തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ആ, ഒരു സ്ത്രീ പെരുമ്പഴൂരിനടുത്ത് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത സംഭവം. ആ ആത്മഹത്യ ചെയ്ത സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് കരുതുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അവരുടേത് DCC ജനറൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ജോസ് ഫ്രാങ്ക്ലിൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ അവൻ്റെ വെപ്പാട്ടിയാകണമെന്നാണ് പറയുന്നത്. കടം തീർക്കാൻ ഒരു ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറച്ച് ബില്ലുകൾ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ബില്ല് കൊടുക്കാൻ ഓഫീസിൽ പോയി. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നെ ഇഷ്ടമാണെന്നും കൂടെ നിൽക്കണമെന്നും വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിൽ ഒരിക്കൽ എവിടെയെങ്കിലും കാണണമെന്നും പറഞ്ഞു. എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ സ്പർശിച്ചു. ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ്. ഭർത്താവില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എനിക്കിങ്ങനെ വൃത്തികെട്ട് ജീവിക്കണ്ട. അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇനി എനിക്ക് ജീവിക്കണ്ട. ഇതാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് എന്നാണ്. അപ്പോൾ കടം വീട്ടാനുള്ളവരുടെ പണത്തിൻ്റെ കണക്കും ആ ആത്മഹത്യാക്കുറിപ്പിൽ വീട്ടമ്മ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയപ്പെടുന്ന DCCയുടെ ജനറൽ സെക്രട്ടറി, നഗരസഭയുടെ, അതായത് നെയ്യാറ്റിൻകര നഗരസഭയുടെ കൗൺസിലർ, ഇയാളാണ് ഈ സ്ത്രീയെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 8-ാം തീയതിയാണ് നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഈ വീട്ടമ്മ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചത്. ആദ്യം അപകട മരണമാണ് എന്നാണ് കരുതിയത് എങ്കിൽ കൂടിയും ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ കണ്ടെടുത്തോടു കൂടി തന്നെ അതപ്പോൾ തന്നെ കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പാണ്. ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. 2 മക്കളുണ്ട്. ആ 2 മക്കൾക്ക് എഴുതിയ 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ പുറത്തു വന്നിരിക്കുന്നത്. 4 മാസം മുൻപ് ആരംഭിച്ച ബേക്കറിക്ക് ഒരു വായ്പ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ജോസ് ഫ്രാങ്ക്ലിൻ ഇവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അതിനുശേഷം അവരെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ വായ്പ നൽകണമെങ്കിൽ തനിക്ക് വഴങ്ങിക്കൊടുക്കണമെന്നും അല്ലെങ്കിൽ ആ ജോസ് ഫ്രാങ്ക്ലിനോടൊപ്പം വെപ്പാട്ടിയായി ജീവിക്കണമെന്നും പറയുന്ന തരത്തിലുള്ള കുറിപ്പാണ് പുറത്തു വന്നത്. ഒരു ലോണിന് വേണ്ടിയിട്ട് ഒരു കൗൺസിലറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇതാണ് സ്ഥിതിവിശേഷമെങ്കിൽ ഏതു തരത്തിലാണ് വീട്ടമ്മമാരും സ്ത്രീകളും ഈ പുരുഷ രാഷ്ട്രീയക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാവുകയാണ്. വെളുത്ത കുപ്പായങ്ങളിട്ട് വരുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഈ യുവതിയുടെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ DCC ജനറൽ സെക്രട്ടറിയെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവം ജോസ് ഫ്രാങ്ക്ലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെങ്കിൽ കൂടിയും നിലവിലിപ്പോൾ അയാൾ കൗൺസിലറാണ്. ആ കൗൺസിൽ സ്ഥാനം പക്ഷേ രാജിവെക്കാൻ ഇതുവരെയും പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൂടി രാജിവെപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത ഈ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ജോസ് ഫ്രാങ്ക്ലിനെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വായ്പ ശരിയാക്കി തന്നു കഴിഞ്ഞാൽ അതിന് അയാൾക്ക് തൻ്റെ ശരീരം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിൽ ജോസ് ഫ്രാങ്ക്ലിൻ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 8-ാം തീയതി കഴിഞ്ഞ 8-ാം തീയതി ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആണ് ആത്മഹത്യ നടന്നത്, അല്ലെങ്കിൽ മരണം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഫ്രാങ്ക്ലിന് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജോസിനെതിരായിട്ടുള്ള പരാമർശങ്ങളുടെ കുറിപ്പിൽ അല്ലെങ്കിൽ ആ കുറിപ്പുകളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബാധ്യത അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സബ്സിഡിയുള്ള വായ്പ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് തൊഴുക്കലിലെ ഓഫീസിൽ ഇവരെ വിളിച്ചു വരുത്തിയതും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്, അവൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, അതിനാൽ ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുന്നു, മരണമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള തരത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ജോസ് ഫ്രാങ്ക്ലിൻ ചെയ്തത് എന്നുള്ളതാണ്. 25 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത സംബന്ധിക്കുന്ന വിവരങ്ങൾ അടക്കമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആത്മഹത്യാക്കുറിപ്പ് ജോസിന് കാട്ടി കടം വീട്ടാൻ 50 ലക്ഷം രൂപ വാങ്ങണമെന്നും പറയുന്നുണ്ട്. അതായത് ആത്മഹത്യാക്കുറിപ്പ് ഈ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നതിനെ കാണിച്ചിട്ട് അതിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിച്ച് ബാക്കിയുള്ളവരുടെ കടം തീർക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഈ
ജോസ് ഫ്രാങ്കിൾ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് കോൺഗ്രസ് അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു കൗൺസിലറും ഇങ്ങനെ ഒരു വ്യക്തിയും എങ്ങനെയാണ് ഈ സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ പെരുമാറാൻ പറ്റുന്നത്? അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് നിറയുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇത്തരത്തിലുള്ളവരുണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല ആവശ്യം, നഗരസഭാ കൗൺസിൽ പദവിയിൽ നിന്നുകൂടി അദ്ദേഹത്തിന് രാജിവെപ്പിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നടപടികളിലേക്ക്, ബാക്കിയുള്ള നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരാളുടെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരാളെ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന തരത്തിൽ അവരോട് മോശമായി പെരുമാറുക, അവരോട് മിസ്ബിഹേവ് ചെയ്യുക, ലൈംഗിക ചുവയോട് സംസാരിക്കുക, ലൈംഗിക അതിക്രമം നടത്തുക, അവരെ വെപ്പാട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്തു തരാമെന്ന് പറയുക, ഇങ്ങനെയുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ജോസ് ഫ്രാങ്ക്ലിൻമാർ ഒരിക്കലും ഒരു പാർട്ടിക്കെന്നല്ല ഒരു സമൂഹത്തിനും പോലും ചേർന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ കോൺഗ്രസ് വലിയ പരിതാപകരമായ അവസ്ഥയിലൂടെ പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുപോലെ ജോസ് ഫ്രാങ്ക്ലിനുമായി വരുന്ന വിഷയവും. ഈ ജോസ് ഫ്രാങ്ക്ലിൻ വിഷയവും പലപ്പോഴും, കാരണം ഈ മാസം 8-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ അല്ലെങ്കിൽ മരണം നടന്നത്. ആ മരണത്തിൻ്റെ അപ്പോൾ തന്നെ ജോസ് ഫ്രാങ്ക്ലിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ഈ ജോസ് ഫ്രാങ്ക്ലിൻ്റെ ചില വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ പലപ്പോഴും ജോസ് ഫ്രാങ്ക്ലിനെ രക്ഷിച്ചെടുക്കുവാനുള്ള ശ്രമം, അല്ലെങ്കിൽ അത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് പലപ്പോഴും ആ ആത്മഹത്യയുടെ പ്രേരണ എന്ന് പറയപ്പെടുന്ന ജോസ് ഫ്രാങ്ക്ലിലേക്ക് എത്താതിരിക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ടും 2 കുട്ടികൾക്കും അയച്ച അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന 2 പെൺകുട്ടികളാണ്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് ഇവർക്കുള്ളത്. അവരുടെ മകന് എഴുതി വെച്ച കത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്തുള്ള പരാമർശങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള ജോസ് ഫ്രാങ്ക്ലിൻമാർ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിയമം വളരെ കൃത്യമായി കർക്കശമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഇതുപോലുള്ളവർ ഉണ്ടാകാതിരിക്കൂ. ഇവരുള്ളത് കൊണ്ടുള്ള വിഷയം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നടന്നതുപോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള രാഷ്ട്രീയ തട്ടിപ്പുകൾ, വായ്പാ തട്ടിപ്പുകൾ നടത്തി ഇതുപോലുള്ള സ്ത്രീകളെ, അതായത് ഇവർക്ക് ഭർത്താവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ഭർത്താവ് പോലും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിൻ ഇവരോട് ഇത്രയ്ക്കും ക്രൂരമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവരെ എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത് കേരള സമൂഹത്തിൻ്റെ ഉള്ളുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു ആത്മഹത്യക്കുറിപ്പാണ്. അപ്പോൾ ഒരാളെ ജീവിക്കുവാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ഒരാൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാനുള്ള അവകാശം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള മ്ലേച്ഛന്മാർ നടപ്പിലാക്കുന്നത് എന്നാണ്. അതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലേ, അവർ ആ കുറിപ്പിൽ പറയുന്നത്, മോനെ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കത്താണ് അവർ എഴുതിയിരിക്കുന്നത്. കാരണം ജോസ് ഫ്രാങ്ക്ലിൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് കൂടി ചൂണ്ടിക്കാട്ടിയാണ് അത് തുടങ്ങുന്നത്. അവൻ്റെ വെപ്പാട്ടിയാകണമെന്ന് അവൻ പറയുന്നു. അതായത് കടം തീർക്കാൻ ഒരു സബ്സിഡിയറി ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അത് ശരിയാക്കണമെങ്കിൽ വെപ്പാട്ടിയാകണമെന്ന് പറഞ്ഞ് സ്വന്തം മകന് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന തരത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വേദനാജനകവും ഒപ്പം തന്നെ ദയനീയവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ജോസ് ഫ്രാങ്ക്ലിൻമാരെ ഇല്ലാതാക്കണമെന്ന് നമ്മുടെ നിയമം കുറച്ചുകൂടി കർക്കശമാക്കേണ്ടതുണ്ട്. മാത്രമല്ല പൊതുസമൂഹത്തിന് മാതൃകകളാകേണ്ടവരാണ് പലപ്പോഴും ഇതുപോലുള്ള ഈ രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ സേവകർ എന്ന് പറയപ്പെടുന്നവർ. അവരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക. ഇതുപോലുള്ളവർ വേണ്ട, ഇങ്ങനെയുള്ളവരല്ല സമൂഹത്തിന് ആവശ്യം. ഇങ്ങനെയുള്ളവർ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ എന്താണോ നിയമം നടപ്പിലാക്കുന്ന ശിക്ഷ അത് കൊടുക്കുവാനുള്ള ഒരു രീതിയെങ്കിലും തുടരേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോട് പലപ്പോഴും, അത് ഇപ്പോൾ മാറി മാറി വരുന്ന ഏത് സർക്കാരാണെങ്കിലും, ഇപ്പോൾ LDF സർക്കാരാണെങ്കിൽ അടുത്ത UDF സർക്കാർ, ഇനി BJP സർക്കാർ, ആര് വന്നിരുന്നാലും രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ ഇതിനകത്തുണ്ടാവുകയും ആ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇതുപോലുള്ള ജോസ് ഫ്രാങ്ക്ലിൻമാരെ പോലുള്ള വിടന്മാരെ, ഇതുപോലുള്ള മനോരോഗികളെ, ഞരമ്പ് രോഗികൾ പലപ്പോഴും ഇതിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പലപ്പോഴും നിയമത്തിൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത്തരത്തിലുള്ളൊരു പരിരക്ഷ നൽകരുത് എന്ന് തീരുമാനിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലുള്ള അജണ്ട ഉണ്ടാക്കിയാൽ മാത്രമേ ഇതുപോലുള്ള ജോസ് ഫ്രാങ്ക്ലിൻമാർ ഉണ്ടാകാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലൂടെ വന്നുകൊണ്ടിരിക്കും. ഇനിയും ഇതുപോലെ വായ്പാ തട്ടിപ്പുകൾ നടപ്പിലാക്കി പല സ്ത്രീകളുടെയും ജീവനുകൾ ഇല്ലാതാകും. പല സ്ത്രീകളുടെയും ഇത്തരത്തിലുള്ള
ജീവിക്കുവാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഇതുപോലുള്ള മ്ലേച്ഛന്മാരെ, ഇതുപോലുള്ള ജോസ് ഫ്രാങ്കിൾമാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വളരെ കർശനമായിട്ടുള്ള നീതി നടപ്പിലാക്കേണ്ടതാണ്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഇപ്പോൾ ഈ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ചടങ്ങ് മാത്രമാണ്. അത് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ജോസ് ഫ്രാങ്കിളിന് മറ്റ് വാർത്തകൾ വന്ന് ഇത് മൂടപ്പെടുമ്പോൾ ജോസ് ഫ്രാങ്കിൾ വീണ്ടും ആ പാർട്ടിയുടെ തലപ്പത്തോ ഇതുപോലുള്ള ഇപ്പോൾ മാറ്റപ്പെട്ട സ്ഥലത്തോ ഒക്കെ തന്നെ ഉണ്ടാകും. പക്ഷെ അതുണ്ടാകാതിരിക്കണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഈ പാർട്ടിയുടെ അപജയം എന്ന് പറയപ്പെടുന്നത് പോലും ഇത്തരത്തിലുള്ളവരെ ചുമക്കുന്നതാണ്. അതുകൊണ്ട് സ്ത്രീലമ്പടന്മാർ ഈ പറയുന്ന പോലെ പാർട്ടിക്ക് പുറത്തിരിക്കട്ടെ, പൊതുസമൂഹത്തിന് പുറത്തിരിക്കട്ടെ. പൊതുസമൂഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന മാതൃകകളാകുന്നവരെ കണ്ടെത്തി, അത് പുതുതലമുറയിലുള്ളവരാണെങ്കിലും ഇനി പഴയ തലമുറയിലുള്ളവരാണെങ്കിലും അവരെ മാതൃകകളാക്കുവാനുള്ള ഒരു ശ്രമം ഈ പാർട്ടി നടപ്പിലാക്കേണ്ടതാണ്. ഈ പാർട്ടി എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരിലും ഉണ്ട് ഇത്തരത്തിലുള്ള ജോസ് ഫ്രാങ്ക്ലിൻമാർ. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, അവരുടെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികൾ മാത്രമേ മാറുന്നുള്ളൂ, രാഷ്ട്രീയം മാറുന്നില്ല. പക്ഷേ അവരുടെ ഇടയിലേക്കുള്ള ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പലപ്പോഴും ഒരേ സ്വഭാവവും ഇതുപോലുള്ള ഞരമ്പന്മാരുമായി മാറുന്നു എന്നുള്ളത് ദയനീയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.